സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ ബദൽ സമരവുമായി CITU. ആശാ വർക്കേഴ്സിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ എന്ന് ആരോപിച്ച് AG's ഓഫീസിലേക്ക് CITUവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 19ാം ദിവസത്തിലേക്ക് കടന്നു. ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് CITU മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം പ്രഹസനമാണെന്നും CITU ആരോപിച്ചു. പ്രിയ ആശാമാരോട്, എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലമാണ്. കേന്ദ്ര ഗവൺമെന്റാണ് നമ്മളെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും. CITU സമരത്തിന് ആശാ വർക്കേഴ്സിനൊപ്പം അംഗൻവാടി ജീവനക്കാരെയും എത്തിച്ചു. നമ്മൾ ആദ്യം ചെയ്യേണ്ട സമരം അവരേതായിരുന്നു, പക്ഷെ തെറ്റിപ്പോയി. ഇതിപ്പോ എന്തോ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആദ്യം കുറച്ചു പേരെ കൊണ്ട് അവിടെ ഇരുത്തി. അതില് കുറച്ചു പേര് ആശ എന്ന് പറയുന്നുണ്ട്, കുറച്ചു പേര് ആശയല്ലെന്നും പറയണുണ്ട്. പ്രോജക്റ്റ് എടുത്തത് കേന്ദ്രമാണ്. കേന്ദ്രമാണ് ആദ്യത്തെ ബഡ്ജറ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അവർ ഞങ്ങൾ അവഗണിച്ചു. CITU നടത്തുന്ന സമരത്തെ അനുകൂലിക്കുന്നില്ലെന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് പറഞ്ഞു. ഒരിക്കലും അനുകൂലിക്കില്ല. അവർ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം. സമരം 19 ദിവസം പിന്നിട്ടു. ഓണറേറിയം കുടിശ്ശിക പൂർണ്ണമായി നൽകിയെങ്കിലും സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം.